ഹലോ അനക്ക് എൻ്റെ വോയിസ് ഓക്കെ ആണോ? രേഷ്മ റെസ്പോണ്ട് ചെയ്തേ. ഹലോ സർ, ഓക്കെ ആണ്. ഓക്കെ. Good morning, all. In the last class, we were discussing about some software engineering aspects. First one was historical aspects. There we discussed some points. Second one was audible ആണോ? ഇപ്പൊ എന്റെ വോയിസ് ഓക്കെ ആണോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യോ? ശ്രദ്ധ. ശ്രദ്ധ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഹിസ്റ്റോറിക്കൽ ആസ്പെക്ട്സിൽ നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തത്? ഹിസ്റ്റോറിക്കൽ ആസ്പെക്ട്സ് ഓഫ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. അനഘ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ആ, എന്തൊക്കെ പോയിന്റ്സ് ആയിരുന്നു? 1968 മുന്നേ സോഫ്റ്റ്വെയർ ക്രൈസിസ് ഉണ്ടായിരുന്നു. പിന്നെന്താ ചേഞ്ച് വന്നത്? പിന്നെ ഒരു കോൺഫറൻസ് നടത്തി, നാറ്റോ കോൺഫറൻസ് ജർമ്മനിയിൽ വെച്ചിട്ട്. അവിടെ സോഫ്റ്റ്വെയർ ഇസ് എ മെത്തഡോളജി ആണെന്ന് പറഞ്ഞു. അവിടെ ഒരു മാനേജറും ടെക്നിക്കൽ സ്കില്ലും ഉണ്ടാവും. ഓക്കെ. ദെൻ നമ്മൾ എക്കണോമിക് ആസ്പെക്ട്സ് പറഞ്ഞു. എക്കണോമിക് ആസ്പെക്ട്സ് കസ്റ്റമറിന്റെ കേസിലാണെങ്കിൽ ജസ്റ്റ് ഒരു പോയിന്റ്സ് ഓർത്തിരിക്കുക. ഇൻ ദ കേസ് ഓഫ് കസ്റ്റമർ ആണെങ്കിൽ കസ്റ്റമർ നോട്ട് ചെയ്യുന്നത് എന്താണ്? സിസ്റ്റം എപ്പോഴും എക്കണോമിക്കലി കോസ്റ്റ് കുറവായിരിക്കണം. ഫ്യൂച്ചറിലാണെങ്കിൽ മെയിൻ്റനൻസ് വരുമ്പോഴും കസ്റ്റമറിന്റെ വ്യൂവിൽ കോസ്റ്റ് കുറവായിരിക്കണം. അതാണ് എക്കണോമിക് ആസ്പെക്റ്റിൽ നമ്മൾ ഓർക്കേണ്ടത്. അപ്പം 2 പോയിന്റ് ഓർത്തിരിക്കുക. ഇൻ ദി കേസ് ഓഫ് കമ്പനി ആണെങ്കിൽ എക്കണോമിക് ആസ്പെക്ട് ദേ ആർ മെഷറിംഗ് ട്രെയിനിങ് കോസ്റ്റ്. ഒരു ന്യൂ ടെക്നോളജി വന്നു കഴിഞ്ഞാൽ ആ ടെക്നോളജി പഠിക്കാനുള്ളത്, അവരെ ട്രെയിൻ ചെയ്യിക്കാനുള്ളത്, അത് എന്തെങ്കിലും പർച്ചേസിങ്ങിന് വരുവാണെങ്കിൽ ആ ഒരു കോസ്റ്റ്. ദെൻ യൂസർ വ്യൂവിലാണെങ്കിൽ, അതായത് കസ്റ്റമറിന്റെ വ്യൂവിലാണെങ്കിൽ കസ്റ്റമർ ഹാവ് ടു റെഡ്യൂസ് ദി കോസ്റ്റ്. ഫ്യൂച്ചറിൽ വരുന്ന മെയിൻ്റനൻസ് കോസ്റ്റ് ഒക്കെ അവർ എന്ത് ചെയ്യണം? റെഡ്യൂസ് ചെയ്യണം. ആ രീതിയിലാണ് അയാൾ എന്ത് ചെയ്യുന്നത്? സോഫ്റ്റ്വെയർ പർച്ചേസ് ചെയ്യുന്നത്. ആ ഒരു പോയിന്റ് ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? റൈസ, വിഷ്ണു.
അഖിൽ സി ഇപ്പോൾ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. സാർ ഓക്കെ ആണ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എഴുതാം. ഇന്നത്തെ ഫസ്റ്റ് ടോപ്പിക് എഴുതാം. മെയിൻ്റനൻസ് ആസ്പെക്ട്. മെയിൻ്റനൻസ് ആസ്പെക്ട് ഒന്ന് പോയിന്റ് എഴുതാം. നെക്സ്റ്റ് ആസ്പെക്ട് ആണ് മെയിൻ്റനൻസ് ആസ്പെക്ട്. സോ മെയിൻ്റനൻസ് ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ എന്താ ടേം നമ്മൾ ഓർത്തിരിക്കുക. നമ്മളൊരു സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്തു. വി ആർ ഡെലിവറിംഗ് ദി പ്രൊജക്ട് ടു കസ്റ്റമേഴ്സ്. Then we may have some maintenance. എങ്ങനെ ഉണ്ടാവും? നമ്മുടെ സിസ്റ്റം അവരുടെ മെഷീനിൽ അഡാപ്റ്റബിൾ അല്ല എങ്കിൽ, വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ ഫ്യൂച്ചറിൽ നമ്മൾ ഉണ്ടാവുന്ന ചേഞ്ചസ് വരും. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? മെയിൻ്റനൻസ്, ആ ഒരു കോസ്റ്റ് കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. അതിനെയാണ് നമ്മൾ മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. അദ്വൈത് എം ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഹലോ, മെയിൻ്റനൻസ് എന്താ ചെയ്യുന്നത്? എന്തായിരുന്നു? നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കിയ സോഫ്റ്റ്വെയർ ഫ്യൂച്ചറിൽ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ മെയിൻ്റനൻസ് കൊടുക്കും. ഓക്കെ, അപ്പം വി ആർ ഇൻസ്റ്റാളിങ് അവർ സോഫ്റ്റ്വെയർ ഇൻ ടു അനദർ മെഷീൻ. കസ്റ്റമറിനെ സംബന്ധിച്ചിടത്തോളം അത് സെപ്പറേറ്റ് ഒരു മെഷീനാണ്. അപ്പോൾ ആഫ്റ്റർ ഇൻസ്റ്റാളേഷൻ സിസ്റ്റം എന്തെങ്കിലും ഫാൾട്ട് വരാം, റെസിജ്വൽ ഫാൾട്ട് വരാം, സിസ്റ്റം ചിലപ്പോൾ ക്രാഷ് ആവാം. അപ്പോൾ അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഫ്യൂച്ചറിൽ മെയിൻ്റനൻസ് എന്ന് പറയുന്നൊരു പാർട്ടിലേക്കാണ് പോവുക. അപ്പം പ്രോപ്പർലി മെയിൻ്റനൻസ് എന്ന് പറഞ്ഞ ടേം, മെയിൻ്റനൻസ് കോസ്റ്റ്, അത് നമ്മുടെ കൺസിഡറേഷനിൽ എപ്പോഴും ഉണ്ടാവണം ഒരു സോഫ്റ്റ്വെയർ പർച്ചേസ് ചെയ്യുമ്പോൾ. ഓക്കെ, ഇനി വേറൊരു കാര്യം, നമ്മൾ ഒരു കസ്റ്റമറിന്റെ സൈഡിൽ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു കസ്റ്റമർ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ചെയ്യാൻ കൊടുത്തു. അപ്പം കുറേ, അതായത് ഡെവലപ്മെന്റിന് വേണ്ടി ഒരു ലോങ് ടേം നമ്മൾ എടുക്കുകയാണെങ്കിൽ എപ്പോഴും കസ്റ്റമറിന്റെ റിക്വയർമെന്റ് ചേഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. മെയിൻ്റനൻസിൽ വരുന്നൊരു കാര്യമാണ് കസ്റ്റമേഴ്സിന്റെ റിക്വയർമെന്റ്. പ്രോഗ്രാമറിനെ സംബന്ധിച്ചിടത്തോളം കസ്റ്റമറിന്റെ റിക്വയർമെന്റ് ചേഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. എപ്പോഴാണ്? ഡെവലപ്പർ ഒരുപാട് ടൈം ആ ഒരു സോഫ്റ്റ്വെയറിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി എടുക്കുമ്പോൾ. ഓക്കെ, ജസ്റ്റ് ഈ ടേംസ് നോക്കുക. ഡ്യൂറിംഗ് ദി ഡെവലപ്മെന്റ് ക്ലയന്റ് റിക്വയർമെന്റ് മേ ചേഞ്ച്. ഡെവലപ്പർ ഒരു റിക്വയർമെന്റ്സ് സോൾവ് ചെയ്ത് പ്രോബ്ലം ഡിസൈൻ ചെയ്തു. ഇംപ്ലിമെന്റേഷൻ ടൈമിൽ ക്ലയന്റ് റിക്വയർമെന്റ് ചേഞ്ച് ചെയ്താൽ, റിക്വയർമെന്റ് ചേഞ്ച് ആയാൽ നമ്മൾ എൻ്റെ ഡിസൈനും എൻ്റെ ആയുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? മാറ്റി ചിന്തിക്കേണ്ടി വരും. ഓക്കെ, ദെൻ രണ്ടാമത്തെ മോഡേൺ വ്യൂ ഓഫ് മെയിൻ്റനൻസ്. ഇജാസെ ഫോൺ ഓഫ് ചെയ്യണം. ഇജാസ് ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്ത്. ഇജാസെ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ എന്താ? മുഹമ്മദ് ഇജാസ് ലെഫ്റ്റ് ആയി. സോ നോക്കുക, രണ്ടാമത്തെ മോഡേൺ വ്യൂ ഓഫ് മെയിൻ്റനൻസ് നോക്കുക. ജസ്റ്റ് നോക്കുക, മോഡേൺ വ്യൂ ഓഫ് മെയിൻ്റനൻസ് പറയുന്നത് നമ്മൾ സോഫ്റ്റ്വെയറിൽ മോഡിഫിക്കേഷൻസും ചേഞ്ചസും, സോഫ്റ്റ്വെയറിൻ്റെ എൻ്റെ ഡോക്യുമെന്റേഷനിലും സോഫ്റ്റ്വെയറിലും നമ്മൾ ചേഞ്ചസ് വേണ്ടി വരും. ഏത് സാഹചര്യത്തിലാണ്? ആ പുതിയ കസ്റ്റമറിന്റെ സിസ്റ്റത്തിൽ അതിനെ ഇൻസ്റ്റാൾ ചെയ്ത് വർക്ക് ചെയ്യാനുള്ള, പുതിയ എൻവയോൺമെന്റിൽ വന്നു അത് വർക്ക് ചെയ്യാനുള്ള ഒരു സ്റ്റേജ് വരുമ്പോഴാണ് നമുക്ക് മെയിൻ്റനൻസ് വരിക. ഈ ഒരു പോയിന്റ് നോക്കുക. സോഫ്റ്റ്വെയർസ് അണ്ടർഗോ മോഡിഫിക്കേഷൻ ടു കോഡ് ആൻഡ് അസോസിയേറ്റഡ് ഡോക്യുമെന്റേഷൻ ഡ്യൂ ടു ദി പ്രോബ്ലം ഓർ നീഡ് ഫോർ ഇംപ്രൂവ്മെന്റ് ഓർ അഡാപ്റ്റേഷൻ. എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് ഓർ ചേഞ്ചസ് വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും ആ സിസ്റ്റം മെയിൻ്റനൻസിലേക്ക് പോകും. Maintenance occurs whenever a fault is fixed or the requirements may change. എൻ്റെ പുതിയ വന്ന സിസ്റ്റത്തിൽ എന്തെങ്കിലും ഫാൾട്ട് വന്നു അല്ലെങ്കിൽ പ്രോപ്പർലി ഇൻസ്റ്റാൾ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സോഫ്റ്റ്വെയർ മെയിൻ്റനൻസ് ചെയ്യേണ്ടി വരും. ഈ ഒരു കാര്യം ഓക്കെ ആണോ? കീർത്തന ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. രണ്ട് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ക്ലാസിക്കൽ വ്യൂ ഓഫ് മെയിൻ്റനൻസ്. ക്ലാസിക്കൽ വ്യൂ ഓഫ് മെയിൻ്റനൻസ് പറയുന്നത് ഇഫ് ഡെവലപ്പർ ഇസ് ടേക്കിംഗ് മോർ ടൈം ടു ഡെവലപ്പ് ദി സിസ്റ്റം, ആ ഒരു കേസിലാണെങ്കിൽ യൂസർ റിക്വയർമെന്റ് മേ ചേഞ്ച്. അപ്പം ഫ്യൂച്ചറിൽ എന്തെങ്കിലും മെയിൻ്റനൻസ് വരാൻ, ചേഞ്ചസിനെയാണല്ലോ നമ്മൾ മെയിൻ്റനൻസ് പറയുന്നത്, വരാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് കേസ് പറയുന്നത് പുതിയ എൻവയോൺമെന്റിൽ സോഫ്റ്റ്വെയർ
വർക്ക് ചെയ്യുന്ന സമയത്ത് ആ സിസ്റ്റം നമ്മളെ പുതിയ എൻവയോൺമെന്റിനെ അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കോഡ് മോഡിഫൈ ചെയ്യേണ്ടി വരും, ഡോക്യുമെന്റേഷൻ മോഡിഫൈ ചെയ്യേണ്ടി വരും. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ടേമാണ് സ്കോപ്പ് ഓഫ് സോഫ്റ്റ് ബേസ്ഡ് ഓൺ സ്പെസിഫിക്കേഷൻ ആൻഡ് ഡിസൈൻ ആസ്പെക്ട്. ഒരു സൈഡ് ഹെഡിങ് എഴുതാം, ബേസ്ഡ് ഓൺ സ്പെസിഫിക്കേഷൻ ആൻഡ് ഡിസൈൻ ആസ്പെക്ട്. സ്പെസിഫിക്കേഷൻ ആൻഡ് ഡിസൈൻ ആസ്പെക്ട്. അപ്പോൾ ഒരു ജസ്റ്റ് ഒരു റെപ്രസെൻറ്റേഷൻ ഞാൻ കാണിച്ചു തരാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം കോസ്റ്റ് ആൻഡ് കോസ്റ്റിനെ നമ്മളൊരു കർവ് ചെയ്യണമെന്ന് കരുതാം. നമ്മൾ കോസ്റ്റിനെ ജസ്റ്റ് റെപ്രസെന്റ് ചെയ്യാന്ന് കരുതാം. സപ്പോസ് ഇവിടെ നമ്മൾ കോസ്റ്റ് എഴുതി, ഇവിടെയാണ് നമ്മൾ കോസ്റ്റ് എഴുതുന്നത്. നിങ്ങൾ വേണമെങ്കിൽ ഈ റെപ്രസെന്റേഷൻ വരക്കാം. കോസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ സ്പെസിഫിക്കേഷൻ ആൻഡ് ഡിസൈൻ ആസ്പെക്റ്റിൽ പറയാണ്, കോസ്റ്റ് ഈസ് വെരി മിനിമം. എന്തെങ്കിലും ഒരു ചേഞ്ചസ് വരുവാണെങ്കിൽ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ നമ്മൾ കോസ്റ്റ് ആ ഒരു പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്താൽ കോസ്റ്റ് ഭയങ്കര മിനിമം ആയിരിക്കും. ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഞാനിവിടെ ആക്സിസിൽ കോസ്റ്റും റിക്വയർമെന്റ് അനാലിസിസും ഞാൻ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഈ കോസ്റ്റ് എന്ന് പറയുന്നത് മിനിമം ആണ്. ഇവിടെ ഞാൻ ഏറ്റവും മിനിമം ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. മീൻ ചെയ്യുന്നത് ഒരു യൂസറിനെ സംബന്ധിച്ചിടത്തോളം റിക്വയർമെന്റ്സ് അല്ലെങ്കിൽ ഫാൾട്ട് വരാനുള്ള സാധ്യത അതൊക്കെ വേരി ചെയ്യും. അതായത് ഒരുപാട് റിക്വയർമെന്റ്സ് നമ്മുടെ കയ്യിലുണ്ട്. ആ റിക്വയർമെന്റ് അനാലിസിസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്താൽ അതിനെ സോൾവ് ചെയ്യാനുള്ള കോസ്റ്റ് വളരെ മിനിമം ആയിരിക്കും. കാരണം ഡ്യൂറിങ് റിക്വയർമെന്റ്സ് നമ്മൾ എല്ലാ ഡാറ്റയും കളക്ട് ചെയ്യുന്ന റിക്വയർമെന്റ് എല്ലാം കളക്ട് ചെയ്ത് ഡോക്യുമെന്റ് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. അതിനെ നമ്മൾ കോഡ് ചെയ്യാനോ ഇംപ്ലിമെന്റ് ചെയ്യാനോ ഒന്നും പോയിട്ടില്ല. അവരുടെ റിക്വയർമെന്റ്സ് ഒക്കെ എഴുതി എന്തെങ്കിലും ചേഞ്ചസ് വരുവാണെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യാനുള്ള കോസ്റ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് വെരി മിനിമം. അപ്പം റിക്വയർമെന്റ് അനാലിസിസിൽ എന്തെങ്കിലും ഡാറ്റയ്ക്ക് ചേഞ്ച് വന്നാൽ സ്പെസിഫിക്കേഷൻ ഓർ ഡിസൈൻ ആസ്പെക്റ്റിൽ എന്തെങ്കിലും ചേഞ്ച് വന്നാൽ അതിനെ ഓവർകം ചെയ്യാനുള്ള കോസ്റ്റ് ഈസ് വെരി മിനിമം. ഇതാണ് ഇവിടെ ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി സപ്പോസ് ചേഞ്ചസ് ഹാപ്പൻഡ് ഇൻ ദി സ്റ്റേജ് ഓഫ് ഡിസൈൻ. ഡിസൈനിലാണ് സ്റ്റേജ് ചേഞ്ചസ് വരുവാണെങ്കിൽ കോസ്റ്റ് കുറച്ചുകൂടി കൂടുതലായിരിക്കും. ഹിയർ ഐ ആം റെപ്രസെന്റിങ് നെക്സ്റ്റ് റെപ്രസെന്റേഷൻ നോക്കുക. ഹിയർ കോസ്റ്റ് ഈസ് ലിറ്റിൽ ബിറ്റ് ഹയർ ദാൻ ഫസ്റ്റ് സ്റ്റേജ്. ഡിസൈൻ സ്റ്റേജ് ആണ് മനസ്സിലാക്കേണ്ടത്. ഡ്യൂറിങ് ഡിസൈൻ സ്റ്റേജ് ഇഫ് ദർ എനി ചേഞ്ചസ് ഹാപ്പൻ in our system, cost will be more. Then we are going to third stage. It is design stage. Sorry, it is implementation stage. Implementation. So if any changes happen to our system during the stage of implementation, then we have to change our entire module or entire unit. So the cost will be maximum. Then third part is delivery. If we are identifying a problem during the stage of delivery, then the cost will be maximum. ഇതാണ് ഈ ഒരു റെപ്രസെന്റേഷനിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ക്ലിയർ ആണോ? സ്പെസിഫിക്കേഷൻ ആൻഡ് ഡിസൈൻ ആസ്പെക്റ്റിൽ നിങ്ങൾ ഓർക്കുക, പ്രോഗ്രാമർ എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ ആണ്. ഡെഫിനറ്റ് ആയിട്ടും ദർ ഇസ് എ ചാൻസ് ഓഫ് മിസ്റ്റേക്സ് എന്തായാലും ഉണ്ടാവും. വെൻ വി ആർ ഐഡന്റിഫൈങ് മിസ്റ്റേക്സ് ഡ്യൂറിങ് റിക്വയർമെന്റ് അനാലിസിസിൽ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ നമ്മൾ മിസ്റ്റേക്ക് ഐഡന്റിഫൈ ചെയ്താൽ ടു കറക്റ്റ് ദാറ്റ് പ്രോബ്ലം ദ കോസ്റ്റ് വിൽ ബി മിനിമം. എന്തുകൊണ്ടാണ്? വി ആർ റൈറ്റിംഗ് ദോസ് റിക്വയർമെന്റിന്റെ വൈറ്റ് ഷീറ്റ്, ഒരു വൈറ്റ് പേപ്പറിലായിരിക്കും നമ്മൾ എഴുതുന്നത്. നമുക്ക് ഈസിലി റബ് ചെയ്ത് കറക്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ദെൻ ദി കോസ്റ്റ് വിൽ ബി മിനിമം. ദെൻ സെക്കൻഡ് സ്റ്റേജ് ഇസ് ഡിസൈൻ. വി ആർ ഐഡന്റിഫൈങ് ഡിഫറെന്റ് മൊഡ്യൂൾസ് ഓഫ് അവർ സിസ്റ്റം. എല്ലാ കാര്യങ്ങളും ഡിസൈൻ ഒക്കെ ചെയ്തു. ഡിസൈനിൽ നമ്മൾ എന്തെങ്കിലും എറർ വന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നു,
അപ്പൊ നമുക്ക് അതിനെ ഓവർകം ചെയ്യാനുള്ള കോസ്റ്റ് കുറച്ചുകൂടി കൂടുതലാണ്. കാരണം കുറച്ചുകൂടി എഫേർട്ട് ഇട്ട് കുറച്ചുകൂടി ടീം മെമ്പേഴ്സിനൊക്കെ നമ്മൾ അതിൽ ഇൻവോൾവ്ഡ് ആക്കിയിട്ടുണ്ട്. ഇനി ഇംപ്ലിമെന്റേഷൻ സ്റ്റേജിലാണ് നമ്മൾ ആ മിസ്റ്റേക്സ് ഐഡന്റിഫൈ ചെയ്യുന്നതെങ്കിൽ കോസ്റ്റ് മാക്സിമം ആയിരിക്കും. കാരണം നമ്മൾ യൂണിറ്റ് കോഡൊക്കെ ചെയ്തു തുടങ്ങി, നമ്മൾ അതിന് കുറെ സമയം കൊടുത്തു, കുറെ പ്രോഗ്രാമേഴ്സിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഡെലിവറി ടൈമിലാണ് നമ്മൾ അത് ഐഡന്റിഫൈ ചെയ്തെങ്കിൽ എൻ്റയർ സിസ്റ്റം നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ കോസ്റ്റ് കൂടുതലാണ്. ഇതാണ് നമ്മൾ ഈ സ്പെസിഫിക്കേഷൻ ആൻഡ് ഡിസൈൻ ആസ്പെക്റ്റിൽ മനസ്സിലാക്കേണ്ടത്. ഓക്കെ ആണോ? നേഹ, നിതിൻ ബാബു ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. നേഹ. അപ്പം നെക്സ്റ്റ് സൈഡ് ഹെഡിങ് എടുത്തിട്ടുണ്ടാവും സ്പെസിഫിക്കേഷൻ ആൻഡ് ഡിസൈൻ ആസ്പെക്ട്. നെക്സ്റ്റ് ഒറ്റ ലൈൻ അവിടെ എഴുതിയേക്കുക. ഇൻ ഏർലി സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് സൈക്കിൾ, in early stages of development cycle, product is existing only on paper. Product is existing only on paper. Then the correction is easy. Then the correction is easy. ഒരു ഹൈഫൺ എഴുതുക, less cost. Less cost. Next is correcting a product after its delivery is hyphen higher cost. Higher cost. ഇത്രയും കാര്യങ്ങൾ ഈ ഒരു റെപ്രസെന്റേഷനിൽ ഓർത്തിരിക്കണം. സ്പെസിഫിക്കേഷൻ ആൻഡ് ഡിസൈൻ ആസ്പെക്റ്റിൽ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കണം. ബേബി ശ്രീഷ്മ ഇതൊന്ന് പറഞ്ഞേ. ഹലോ സർ. ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്റ്റേജ് കൂടുന്നതിനനുസരിച്ചിട്ട് കറക്റ്റ് ചെയ്യാനുള്ള കോസ്റ്റും കൂടും. ഫസ്റ്റ് സ്റ്റേജ് അതായത് റിക്വയർമെന്റ് അനാലിസിസിനാണെങ്കിൽ മിനിമം കോസ്റ്റേ വേണ്ടു. പക്ഷെ ഡിസൈനിലാകുമ്പം ഡിസൈനിൽ കറക്ഷൻ കണ്ട അത് കറക്റ്റ് ചെയ്യാനുള്ള കോസ്റ്റ് കൂടും. ഇംപ്ലിമെന്റേഷൻ മീൻസ് വി ആർ കോഡിങ്. ആ സമയത്ത് എന്തെങ്കിലും കോസ്റ്റ് വന്നു, നമ്മൾ സെപ്പറേറ്റ് യൂണിറ്റ്സ് ഒക്കെ ഐഡന്റിഫൈ ചെയ്തു. യൂണിറ്റ്സ് ഒക്കെ സെപ്പറേറ്റ് ടീം, ഓരോ ടീമായിരിക്കും സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുക, ടീമിന് കൊടുത്തു. അതിനുശേഷം ഒരു കറക്ഷൻ വന്നു കഴിഞ്ഞാൽ ദെൻ ദി കോസ്റ്റ് വിൽ ബി മോർ. ഇനി ഡെലിവറി ടൈമിൽ നമ്മൾ എന്തെങ്കിലും പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്താൽ എൻ്റയർ സിസ്റ്റത്തിന് നമ്മൾ ബാക്ക് ട്രാക്ക് ചെയ്ത് കറക്റ്റ് ചെയ്യേണ്ടി വരും. 1 by 1 ആയിട്ട് യൂണിറ്റ് ഒക്കെ ടെസ്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് ആ ഒരു പർപ്പസിൽ ആണ് നമ്മൾ ചേഞ്ച് ഐഡന്റിഫൈ ചെയ്യുന്നതെങ്കിൽ ദെൻ ദി കോസ്റ്റ് വിൽ ബി മാക്സിമം. ഈ ഒരു കോൺസെപ്റ്റ് ഓക്കെ ആണോ? ജസ്ന ഷെറേ. ഓക്കെ. ദെൻ നെക്സ്റ്റ് നോക്കുക, ദ സ്കോപ്പ് ഓഫ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ബേസ്ഡ് ഓൺ ടീം ഡെവലപ്മെന്റ് ആസ്പെക്ട്. ടീം ഡെവലപ്മെന്റ് ആസ്പെക്ട്. സൈഡ് ഹെഡിങ് ചെയ്ത ടീം ഡെവലപ്മെന്റ് ആസ്പെക്ട്. കോൺസെപ്റ്റ് നിങ്ങൾക്ക് ഏറെക്കുറെ ഓക്കെയാണ്. ബിക്കോസ് നമ്മൾ പെർഫോം ചെയ്യുന്ന സിസ്റ്റം മീൻസ് അവർ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഒരു വലിയൊരു മൊഡ്യൂളാണ്. ഡെഫിനറ്റ് ആയിട്ടും സെപ്പറേറ്റ് ടീംസ് ആണ് ഓരോ മൊഡ്യൂൾസും ഇംപ്ലിമെന്റ് ചെയ്യുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡാറ്റാബേസ് ഒരു പാർട്ട് ഉണ്ടെങ്കിൽ അതുമായിട്ട് ഫെമിലിയർ ആയിട്ടുള്ള ആൾക്കാർ ഡാറ്റാബേസ് ചെയ്യും. യൂസർ ഇന്റർഫേസ് എന്ന് പറയുന്ന ഒരു പാർട്ട് ഉണ്ട് ആ ഒരു പ്രൊജക്റ്റിന്, അത് ഡിസൈനേഴ്സ് ഒക്കെ ചെയ്യും. ദെൻ മെയിൻ കോഡിങ്ങും കാര്യങ്ങളും നമ്മളെ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ചെയ്യും. അപ്പം ഓർത്തിരിക്കുക, ദർ വിൽ ബി എ ടീം ഓഫ് ഡിസൈനേഴ്സ് ഉണ്ടാവും, വളരെ ഭംഗിയായിട്ട് സോഫ്റ്റ്വെയർ ഡിസൈൻ ചെയ്യുന്ന ആൾക്കാർ. ടീം ഓഫ് ഡെവലപ്പേഴ്സ് ഉണ്ടാവും, ടീം ഓഫ് ടെസ്റ്റേഴ്സ് ഉണ്ടാവും, ഡാറ്റാബേസ് കാര്യങ്ങളൊക്കെ നോക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പം ഡെഫിനറ്റ് ആയിട്ടും ഒരു സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്യാൻ ബിഹൈൻഡിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടീം എന്തായാലും ഉണ്ടാവും. അപ്പം ടീം പ്രോഗ്രാമിംഗ് ആസ്പെക്ട്സ് പറയുന്നത് അത് തന്നെയാണ്. ഒരു പേഴ്സൺ അല്ല ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നത്. ഒരു പേഴ്സണ് സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ പറ്റും, പക്ഷെ അതെന്താണ്, ടൈം കൺസ്യൂമിങ് ആണ്. അയാൾ എല്ലാ ഡൊമൈനിലും നോളജ് ഉള്ള ആളായിരിക്കണം. വളരെ ടൈം എടുത്ത് മാത്രമേ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ടാർഗറ്റിലേക്ക് എത്താൻ പറ്റുള്ളൂ. സോ വെൻ വി ആർ ഗോയിങ് ടു ടീം പ്രോഗ്രാമിംഗ് ആസ്പെക്ട്, മിനിമം ടൈമിൽ ഒരാൾ ഒറ്റയ്ക്ക് 1 വർഷം കൊണ്ട് ചെയ്യുന്ന കാര്യം വിത്തിൻ 2 months നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. മിനിമം ടൈമിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയായിരിക്കണം, ടീം പ്രോപ്പർലി മാനേജ് ചെയ്യാൻ പറ്റണം, ടീമിന് ഒരുമിച്ച് കൊണ്ടുവരാൻ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റണം, മൊഡ്യൂൾസിനെയൊക്കെ പ്രോപ്പർലി മാനേജ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ബേസ്ഡ് ഓൺ ടീം പ്രോഗ്രാമിംഗ് ആസ്പെക്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രൊജക്റ്റ് പെട്ടെന്ന് ഡെലിവറി ടൈമിൽ തന്നെ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക്
കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ടീം പ്രോഗ്രാമിംഗ് ആസ്പെക്റ്റിൽ പറയുന്നത്. So we have to organize the team properly. We have to coordinate the team. മസ്ന ഒന്ന് പറഞ്ഞേ, എന്താ മനസ്സിലായത്? ഹലോ സർ. പറഞ്ഞോ. ഇത് ഒരു പേഴ്സൺ മാത്രം ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നതാണെങ്കിൽ വളരെ ടൈം കൺസ്യൂമിംഗ് ആയിരിക്കും. അപ്പൊ നമ്മളൊരു ടീമായിട്ട് ഓർഗനൈസ് കോർഡിനേറ്റ് എല്ലാം ചെയ്യുന്നതാണെങ്കിൽ വിത്തിൻ മിനിമം ടൈമിൽ ആ സോഫ്റ്റ്വെയർ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ടീം ഡെവലപ്മെന്റ് ആസ്പെക്റ്റിൽ പറയുന്നത് ഇത് തന്നെയാണ്. സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ലൈഫ് സൈക്കിൾ ആണെന്ന് തന്നെ പറഞ്ഞു. അപ്പോൾ ഓരോ ലൈഫ് സൈക്കിളും ഓരോ സ്റ്റേജസ് തന്നെയാണ്. റിക്വയർമെന്റ് അനാലിസിസ്, ദെൻ വി ആർ ഗോയിങ് ടു ഡിസൈനേഴ്സ് അവിടെ ഉണ്ടാവും. Then we are going to implementation. Implementation means coding. Then we are going to testing. Then we are going to configuring that project. ഇത്രയും മെമ്പേഴ്സ് അതിൽ വരുന്നുണ്ട്. അപ്പോൾ പ്രോപ്പർലി മാനേജ് ചെയ്ത് പ്രോപ്പർലി കോർഡിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ടീം പ്രോഗ്രാമിംഗ് ആസ്പെക്റ്റിൽ ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന 1 year കൊണ്ട് ചെയ്യുന്ന കാര്യം വിത്തിൻ ഡേയ്സിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇവിടുത്തെ ഒരു ഐഡിയ എന്ന് പറയുന്നത്. ദിൽന ഓക്കെ ആണോ? സാർ ഓക്കെ. ജസ്റ്റ് നിങ്ങൾ ഈ പറഞ്ഞ ആസ്പെക്ട്സ് ഞാൻ ഒന്ന് ബാക്കിലോട്ട് പോവാണ്, നോക്കുക. സ്കോപ്പ് ഓഫ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഇൻക്ലൂഡ് ഫസ്റ്റ് വൺ ഹിസ്റ്റോറിക്കൽ ആസ്പെക്ട്. അപ്പം ഇനീഷ്യൽ സ്റ്റേജിൽ വി ആർ ഫേസിങ് സോഫ്റ്റ്വെയർ ക്രൈസിസ് ബിക്കോസ് പ്രൊഡക്റ്റ് ഈസ് ഡെലിവേർഡ് ലേറ്റ്, ഓവർ ബഡ്ജറ്റ്, പ്രോബ്ലം മീൻസ് അവർ സിസ്റ്റം വിത്ത് റെസിജ്വൽ ഫാൾട്ട്. അതിന് സൊല്യൂഷൻ ആയിരുന്നു എ കോൺഫറൻസ് ഹെൽഡ് ഓൺ ജർമ്മനി അറ്റ് 1968. അവിടെ അവരെന്ത് ചെയ്തു? സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഈസ് എ പ്രോസസ്, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് സൈക്കിൾ ഒരു പ്രോസസ്സാണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു. അവിടെ നമ്മൾ വി ഹാവ് ടു യൂസ് അവർ ടെക്നിക്കൽ സ്കിൽ ആൻഡ് മാനേജറിയൽ സ്കിൽ രണ്ടും വേണമെന്ന് യൂസ് ചെയ്യുന്നു, ഐഡന്റിഫൈ ചെയ്യുന്നു. ദെൻ ബേസ്ഡ് ഓൺ എക്കണോമിക് ആസ്പെക്ട് എന്ന് പറയുമ്പോൾ കമ്പനി സൈഡിലാണെങ്കിൽ ഒരു പുതിയ ടെക്നോളജി ലേൺ ചെയ്ത് ട്രെയിൻ ചെയ്ത് പ്രൊഡക്റ്റ് ഉണ്ടാക്കാനുള്ള കോസ്റ്റ്, പർച്ചേസ് ചെയ്യാനുള്ള കോസ്റ്റ്. ഇനി കസ്റ്റമറിന്റെ സൈഡിലാണെങ്കിൽ ഭാവിയിൽ വരുന്ന മെയിൻ്റനൻസ് കോസ്റ്റും കൂടി കൺസിഡർ ചെയ്തിട്ട് വേണം അയാൾ എപ്പോഴും ഒരു സോഫ്റ്റ്വെയറിനെ വാങ്ങാൻ. അപ്പം കസ്റ്റമർ സൈഡും കമ്പനി സൈഡും ഓർക്കുക. ഇനി സ്പെസിഫിക്കേഷൻ ആൻഡ് ഡിസൈൻ ആസ്പെക്റ്റിൽ നമ്മൾ ആ പ്രസന്റേഷൻ വരച്ചു. സ്പെസിഫിക്കേഷനും ഡിസൈൻ സ്റ്റേജിൽ എന്തെങ്കിലും ഫാൾട്ട് വരുവാണെങ്കിൽ, ഇഫ് യു ആർ ഐഡന്റിഫൈങ് ദി ഫാൾട്ട് ഇൻ ദി ഏർലി സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ് ആണെങ്കിൽ ഈസിലി ലെസ് കോസ്റ്റിൽ നമുക്കത് മാനേജ് ചെയ്യാം. ഹയർ ലെവൽ വരുമ്പോൾ ഡ്യൂറിങ് ദി ടൈം ഓഫ് ഡിസൈൻ കോസ്റ്റ് വിൽ ബി മോർ. ഇനി ഇംപ്ലിമെന്റേഷൻ ആണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള കോസ്റ്റ് വരും. മിസ്റ്റേക്ക് ഐഡന്റിഫൈ ചെയ്യുന്നത് ഡെലിവറി ടൈമിലാണെങ്കിൽ നമ്മൾ എൻ്റയർ പ്രൊജക്റ്റിനെ തന്നെ ചേഞ്ച് ചെയ്യേണ്ടി വരും. കോസ്റ്റ് വിൽ ബി മോർ. അത് നിങ്ങൾ ഓർത്തിരിക്കുക. ലാസ്റ്റ് വൺ ടീം പ്രോഗ്രാം, ടീം മാനേജ്മെന്റ്. വി ഹാവ് ടു കോർഡിനേറ്റ് ദി ടീം പ്രോപ്പർലി, വി ഹാവ് ടു മാനേജ് ദി ടീം പ്രോപ്പർലി. അങ്ങനെയാണെങ്കിൽ വിത്തിൻ ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രൊജക്റ്റിനെ മാനേജ് ചെയ്യാൻ പറ്റും. ഇതാണ് ഈ 4 ആസ്പെക്ട്സ് ഓർത്തിരിക്കുക. ആദർശിവി ആൻഡ് അദ്വൈതം ഓക്കെ അല്ലേ? ഓക്കെ സാർ. നെക്സ്റ്റ് എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു പാർട്ടാണ് ഈ ഒരു പാർട്ട്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ലേയേർഡ് ടെക്നോളജി. സൈഡ് ഹെഡിങ് എഴുതുക, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ലേയേർഡ് ടെക്നോളജി എന്ന് എഴുതുക. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ലേയേർഡ് ടെക്നോളജി. ഈ 4 ലേയേഴ്സ് ജസ്റ്റ് അവിടെ നോട്ട് ചെയ്യുക. ഫസ്റ്റ് ടോപ്പിൽ ഇറ്റ് ഈസ് ടൂൾസ്, സെക്കൻഡ് ലെയർ ഇസ് മെത്തേഡ്, തേർഡ് ലെയർ ഇസ് പ്രോസസ്, ഫൈനൽ ലെയർ എ ക്വാളിറ്റി ഫോക്കസ്. 4 ലേയേഴ്സും ജസ്റ്റ് പോയിന്റ് ഇട്ട് എഴുതാം. ഫസ്റ്റ് വൺ ടൂൾസ്, സെക്കൻഡ് മെത്തേഡ്, തേർഡ് പ്രോസസ്, ഫോർത്ത് വൺ ക്വാളിറ്റി പ്രോസസ്, ക്വാളിറ്റി ഫോക്കസ്. ഇനി ഇതിന്റെ എക്സ്പ്ലനേഷനിലേക്ക് പോവുകയാണെങ്കിൽ ഏറ്റവും ഫസ്റ്റ് നമ്മൾ ക്വാളിറ്റി ഫോക്കസ് ആണ്. അതിന്റെ മെയിൻ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ ബെഡ് എന്ന് പറയുന്നത് എന്താണ്? ക്വാളിറ്റി ഫോക്കസ് ആണ്. എപ്പോഴും വിത്തിൻ ടൈമിൽ റിലയബിൾ ആയിട്ടുള്ള റിക്വയർമെന്റ് മീറ്റ് ചെയ്യുന്ന പ്രൊജക്റ്റ് ആയിരിക്കണം നമ്മൾ ഡെലിവർ ചെയ്യേണ്ടത്. വിത്തിൻ ടൈമിൽ റിലയബിൾ ആയിട്ടുള്ള റിക്വയർമെന്റ് മീറ്റ് ചെയ്ത പ്രൊജക്റ്റ് ആയിരിക്കണം നമ്മൾ, റിലയബിൾ മീൻസ് ക്വാളിറ്റി ഉള്ള പ്രൊജക്റ്റ് നമ്മൾ ഡെലിവറി ചെയ്യണം. സോ ഫസ്റ്റ് സ്റ്റേജ് ഈസ് in the layered technology of software engineering, first layer is a quality focus. എപ്പോഴും ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം?
ഡെലിവറി ചെയ്യണം. അതാണ് ഫസ്റ്റ് സ്റ്റേജ്. അതായത് പ്രോഗ്രാമറിനെ സംബന്ധിച്ചിടത്തോളം ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട് ടുവേഴ്സ് ദി ക്വാളിറ്റി ഓഫ് ദി സിസ്റ്റം. നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സിസ്റ്റം ക്വാളിറ്റി ഉള്ളതായിരിക്കണം. അതാണ് ക്വാളിറ്റി ഫോക്കസ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് വൺ ഹൈഫൺ ഇട്ട് എഴുതുക. സെക്കൻഡ് ഈസ് പ്രോസസ്സ്. പ്രോസസ് എന്ന് പറയുന്നത് എന്താണ്? പ്രോസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സിസ്റ്റത്തിലേക്ക് എത്തുന്ന ആ ക്വാളിറ്റി എൻഷുർ ചെയ്യുന്ന അതിന്റെ ബിഹൈൻഡ് ആയിട്ടുള്ള കുറച്ച് ആക്ഷൻസിനെയാണ് നമ്മൾ പ്രോസസ് എന്ന് പറയുന്നത്. അതായത് ഏതൊക്കെ ടെക്നോളജീസ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, ഏതൊക്കെ മെത്തേഡ്സ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, എന്തൊക്കെ പ്രൊഡക്ട്സ് ആണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ ടാർഗറ്റിലേക്ക് ഡെലിവറി ടാർഗറ്റിലേക്ക് എത്തുന്നത്, എങ്ങനെയാണ് നമ്മൾ ക്വാളിറ്റി എൻഷുർ ചെയ്യുന്നത്, ഇതിനൊക്കെയാണ് നമ്മൾ പ്രോസസ് എന്ന് പറയുന്നത്. ജസ്റ്റ് നോട്ട് ചെയ്ത പ്രോസസ് ഇൻക്ലൂഡ് ടെക്നിക്കൽ മെത്തേഡ്സ് ആർ അപ്ലൈഡ്. പ്രോസസ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിലെ പ്രോസസ് എന്ന് പറയുന്നത് വിച്ച് ഓൾ ടെക്നിക്കൽ മെത്തേഡ്സ് ആർ അപ്ലൈഡ്, ഹൗ ക്വാളിറ്റി ഈസ് എൻഷുർഡ്, ഹൗ ചേഞ്ചസ് ആർ മാനേജ്ഡ്. പ്രൊജക്റ്റിൽ വരുന്ന ചേഞ്ചസ് എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്, ഹൗ ചേഞ്ചസ് ആർ മാനേജ്ഡ്, ഹൗ മൈൽ സ്റ്റോൺസ് ആർ എസ്റ്റാബ്ലിഷ്ഡ്. മൈൽ സ്റ്റോൺ എന്ന് പറയുമ്പോൾ ഓരോ കാര്യങ്ങളും ഓരോ സമയത്തിനുള്ളിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ഒരു മൈൽ സ്റ്റോൺ ഉണ്ടാവും, ഒരു ടൈം പീരീഡ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത്. ഹൗ മൈൽ സ്റ്റോൺസ് ആർ എസ്റ്റാബ്ലിഷ്ഡ്. ഇതൊക്കെ വരുന്നത് പ്രോസസ്സിലാണ്. ഹൗ മൈൽ സ്റ്റോൺസ് ആർ എസ്റ്റാബ്ലിഷ്ഡ് ഇതൊക്കെ വരുന്നത് പ്രോസസ്സിലാണ്. അപ്പം താഴെയുള്ള മേലെയുള്ള രണ്ട് കാര്യങ്ങൾ പറയാം. ക്വാളിറ്റി ഫോക്കസ് എന്ന് പറയുന്നത് കമ്പനി ഹാവ് എ കമ്മിറ്റ്മെന്റ് ടുവേഴ്സ് ദി കസ്റ്റമർ. എന്താണ്? റിലയബിൾ ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് നമ്മൾ കൊടുക്കണം. ഫസ്റ്റ് ലെയർ ആണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിന്റെ. രണ്ടാമത്തെ പ്രോസസ്സ്, എന്തൊക്കെ ആക്ഷൻസ് ആ ഒരു എഞ്ചിനീയറിംഗിന്റെ ബിഹൈൻഡിൽ നടക്കുന്നുണ്ട്, അതെന്തൊക്കെ ആക്ഷൻസ് ആണ്? ഹൗ ക്വാളിറ്റി ഈസ് എൻഷുർഡ്, ഹൗ വിച്ച് ഓൾ ടെക്നിക്കൽ മെത്തേഡ്സ് ആർ അപ്ലൈഡ്, ഹൗ ദി സിസ്റ്റം ഈസ് മാനേജ്ഡ്, അല്ലെങ്കിൽ ഹൗ ചേഞ്ചസ് ആർ പ്രോപ്പർലി മാനേജ്ഡ്, അല്ലെങ്കിൽ ഹൗ മൈൽ സ്റ്റോൺസ് ആർ എസ്റ്റാബ്ലിഷ്ഡ്, എങ്ങനെയുള്ള ടൈം കാര്യങ്ങളൊക്കെ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് പ്രോസസ്സിൽ വരുന്നത്. നെക്സ്റ്റ് ലെയർ ഈസ് മെത്തേഡ്സ്. ഹൈഫൺ ഇടുക. മെത്തേഡ് എന്തൊക്കെയാണ് മെത്തേഡ് എന്നുള്ളത് ഓർക്കുക. മെത്തേഡ്സിൽ നമ്മൾ പറയുന്നത് ഹൗ ടു ബിൽഡ് ദാറ്റ് സോഫ്റ്റ്വെയർ, ഹൗ ടു ബിൽഡ് ദാറ്റ് സോഫ്റ്റ്വെയർ. ഹൗ ടു ബിൽഡ് ദാറ്റ് സോഫ്റ്റ്വെയർ അതാണ് മെത്തേഡ്. വിച്ച് ഇൻക്ലൂഡ്, മെത്തേഡ്സിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്? റിക്വയർമെന്റ് അനാലിസിസ്, ഡിസൈനിങ് ആൻഡ് മോഡലിംഗ്, പ്രോഗ്രാം കൺസ്ട്രക്ഷൻ, ടെസ്റ്റിംഗ് ആൻഡ് സപ്പോർട്ട്, മോഡലിംഗ് ആക്ടിവിറ്റീസ്. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് മെത്തേഡ്സിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഫോക്കസ് ഓൺ ക്വാളിറ്റി, സെക്കൻഡ് വൺ ഈസ് പ്രോസസ്, തേർഡ് വൺ ഈസ് മെത്തേഡ്. മെത്തേഡ് മീൻസ് how we are going to build that software. So things include requirement analysis, design and modeling, program construction, testing and support. Program construction, testing and support. ഇങ്ങനെയുള്ള എല്ലാ ആക്ടിവിറ്റീസും ആണ് നമ്മുടെ മെത്തേഡ്സിൽ ഉണ്ടാവുന്നത്. ഓക്കെ ആണോ? ഒരാളെന്ന് റെസ്പോണ്ട് ചെയ്തേ. അതിൻ, അനിൽ, അനഘ, ദേവിക. ദേവിക കേൾക്കുന്നില്ലേ? ഓക്കെ. ലാസ്റ്റ് വൺ ഈസ് ടൂൾസ്. ടൂൾസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്ന കുറേ സാധനങ്ങളുണ്ട്. കമ്പൈലർ, ഇന്റർപ്രറ്റർ, ഡീബഗർ, ടെക്സ്റ്റ് എഡിറ്റർ. ഈ ഡെവലപ്മെന്റ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ആക്സസറീസിനും നമുക്ക് ജനറലി ടൂൾസ് എന്ന് പറയാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടൂൾസ് ദാറ്റ് ഇൻക്ലൂഡ് ഓട്ടോമേറ്റഡ് ഓർ സെമി ഓട്ടോമേറ്റഡ് സപ്പോർട്ട്,
ഈ ഡിസൈനിങ് നമുക്ക് ഫ്ലോ ചാർട്ട് വരക്കാൻ വേണ്ടി ടൂൾ ഉണ്ട്, ആർക്കിടെക്ചർ ഡിസൈൻ ചെയ്യാൻ വേണ്ടി ടൂൾ ഉണ്ട്, ഓൺലൈൻ ടൂൾസ് ഒക്കെ ഇഷ്ടം പോലെയുണ്ട്. അപ്പം കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈന് വേണ്ട CASE കേസ് ടൂൾസ് എന്നാണ് പറയാ, കമ്പ്യൂട്ടർ എയ്ഡഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. അപ്പം എന്തൊക്കെ ടൂൾസ് ആണോ നമ്മൾ ഈ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിന് യൂസ് ചെയ്യുന്നത് അതാണ് ടോപ്പ് ലെയറിൽ വരുന്നത്. ജനറലൈസ് ചെയ്തിട്ട് നമ്മൾ ടൂൾസ് എന്ന് പറയുന്നു. പ്രൊവൈഡ് ഓട്ടോമേറ്റഡ് ഓർ സെമി ഓട്ടോമേറ്റഡ് സപ്പോർട്ട് ഫോർ പ്രോസസ് ആൻഡ് മെത്തേഡ്സ്. പ്രോസസ്സിലാണ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അതൊക്കെ ടെസ്റ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പ്രോസസ്സിലാണ് വരുന്നത്. ഇതൊക്കെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൂൾസ് ആണ് ഏറ്റവും ടോപ്പ് ലെയറിൽ വരുന്നത്. അപ്പം ഇതാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ലേയർഡ് ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. ഓക്കെ ആണോ എന്ന് പറഞ്ഞേ. അനുഗ്രഹ് എന്തൊക്കെ മനസ്സിലായെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. അനുഗ്രഹ്. അനുഗ്രഹം എന്തൊക്കെ മനസ്സിലായി? ഇപ്പോൾ ക്വാളിറ്റി ഫോക്കസ് ഉണ്ട്, പ്രോസസ് ഉണ്ട്, മെത്തേഡ് ഉണ്ട്, ടൂൾസ് ഉണ്ട്, 4 ഉണ്ട്. ഓക്കെ, ടൂൾസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ വരുന്നത് അതില് ഈ കമ്പൈലർ, ഇന്റർപ്രറ്റർ, അങ്ങനത്തെ ടൈപ്പ്. ഓക്കെ, നമ്മൾ സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടൂൾസ് ജനറലി കമ്പ്യൂട്ടർ എയ്ഡഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ടൂൾസ് എന്നാണ് പറയാ, കേസ് ടൂൾസ് എന്നാണ് പറയാ. അപ്പം ഡിസൈൻ ചെയ്യാനുള്ള ടൂൾ ഉണ്ടാവും, കമ്പൈൽ ചെയ്യാനുള്ള ടൂൾ ഉണ്ടാവും, ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യാനുള്ള ടൂൾ ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ അതിലാണ് വരിക. ഇനി അജ്മൽ പറഞ്ഞ മെത്തേഡ് എന്തായിരുന്നു? മെത്തേഡ് അതിനെ ഇതാക്കാൻ വേണ്ടി പ്രോസസ്സിനെ ചെയ്യാൻ വേണ്ടിയുള്ള മെത്തേഡ്സ്. ഹൗ ടു ബിൽഡ് ദാറ്റ് സോഫ്റ്റ്വെയർ, എങ്ങനെയാണ് നമ്മൾ അതിനെ ബിൽഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് ജനറൽ ആയിട്ട് പറയുന്നത്. അതില് റിക്വയർമെന്റ് അനാലിസിസ് എന്ന് പറഞ്ഞ ഒരു മെത്തേഡ് ഉണ്ടാവും, അല്ലെങ്കിൽ ഡിസൈനിങ്, പ്രോഗ്രാം കൺസ്ട്രക്ഷൻ, ടെസ്റ്റിംഗ് ആൻഡ് സപ്പോർട്ട്, ഇതൊക്കെ എന്തിൽ വരുന്നതാണ്? മെത്തേഡ്സിൽ വരുന്നതാണ്. ഇനി അഖിൽ സിപ്പോൾ പ്രോസസ് എന്തായിരുന്നു ലെയറിലെ പ്രോസസ്? ഹലോ സാർ, അത് ടെക് മെത്തേഡ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ മെത്തേഡ്സ് ആണ് അപ്ലൈ ചെയ്യുന്നത്? ചേഞ്ചസ് എങ്ങനെ മാനേജ് ചെയ്യുന്നു, ഹൗ ക്വാളിറ്റി ഈസ് എൻഷേർഡ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എവിടെ വരുന്നു? പ്രോസസ്സിലാണ് വരുന്നത്. Process, software engineering process glue that hold the technology layers together. ഇത്രയും കാര്യങ്ങളൊക്കെ ആണോ? ജസ്റ്റ് നെക്സ്റ്റ് ടോപ്പിക്കിന്റെ ഇൻട്രഡക്ഷൻ പറഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സോഫ്റ്റ്വെയർ പ്രോസസ് മോഡൽ. സോഫ്റ്റ്വെയർ പ്രോസസ് മോഡൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ളത് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ ആണ്, SDLC എന്ന് പറയുന്നത്. SDLC എന്ന് പറയുന്നത് എന്താ? ഒരു സോഫ്റ്റ്വെയറിൽ ജസ്റ്റ് നോട്ട് കാണിച്ചു തരാം. നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്ത കാര്യമാണ് SDLC മീൻസ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ. അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പ്ലാനിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. പ്രോപ്പർലി പ്ലാൻ ചെയ്യണം, നമ്മൾ സിസ്റ്റത്തിനെ ഡിഫൈൻ ചെയ്യണം, ഡിസൈൻ ചെയ്യണം, ബിൽഡ് ചെയ്യണം, ടെസ്റ്റ് ചെയ്യണം, ഡിപ്ലോയ്മെന്റ് സിസ്റ്റത്തിനെ നമ്മൾ കോൺഫിഗർ ചെയ്യുന്നതിനെയാണ് ഡിപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ഈ ഒരു ലൈഫ് സൈക്കിളിനെയാണ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. പ്രോപ്പർലി വി ആർ ഗാദറിംഗ് ഇൻഫർമേഷൻ ഫ്രം ദി കസ്റ്റമർ, വി ഹാവ് ടു ഡിസൈൻ ദി സിസ്റ്റം, we have to implement or build the system, we have to test the system, finally we are delivering that software. ഈ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിളിലെ ഇതിനെ ഓരോന്നുമായിട്ട് എങ്ങനെയൊക്കെ ഏതൊക്കെ മോഡലിലാണ് നമ്മൾ, ചെറിയ പ്രൊജക്റ്റിനെ നമുക്ക് ഒരു മോഡലിൽ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും, വലിയ പ്രൊജക്റ്റ് ആകുമ്പോൾ നമ്മൾ വേറൊരു മോഡലിൽ വേണം അതിനെ ബിൽഡ് ചെയ്യാൻ. അപ്പൊ നമുക്ക് ഡിഫറെന്റ് പ്രോസസ് മോഡൽസ്, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് സൈക്കിൾസിലെ ഡിഫറെന്റ് പ്രോസസ് മോഡൽസ് നമുക്ക് പോസിബിൾ ആണ്. അപ്പം അതിന് വാട്ടർഫാൾ മോഡൽ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കിയിട്ട് നമുക്ക് സോഫ്റ്റ്വെയറിനെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇൻക്രിമെന്റൽ മോഡൽ, ഒരു ചെറിയ സിസ്റ്റത്തിനെ ഉണ്ടാക്കി അതിൽ കുറച്ച് ഫീച്ചേഴ്സ് ആഡ് ചെയ്ത് നമുക്ക് സിസ്റ്റത്തിന് ഉണ്ടാക്കാം.
സ്പൈറൽ മോഡൽ എന്ന് പറയുമ്പം ഒരു 4 സ്റ്റേജസിൽ നമുക്ക് സോഫ്റ്റ്വെയറിനെ ഉണ്ടാക്കാം. അപ്പൊ എങ്ങനെ നമുക്ക് ഹൗ ടു ബിൽഡ് എ സിസ്റ്റം അല്ലെങ്കിൽ ഹൗ ടു ബിൽഡ് എ സോഫ്റ്റ്വെയർ, ഇതാണ് നമ്മൾ സോഫ്റ്റ്വെയർ പ്രോസസ് മോഡൽസിൽ പഠിക്കുന്നത്. നെക്സ്റ്റ് നമ്മളെ ടോപ്പിക്കാണ് സോഫ്റ്റ്വെയർ പ്രോസസ് മോഡൽ എന്ന് പറയുന്നത്. അപ്പം പ്രോസസ് മോഡൽ എന്താണെന്ന് ഓർക്കുക. എങ്ങനെയാണ് നമ്മൾ ആ സോഫ്റ്റ്വെയറിനെ ബിൽഡ് ചെയ്യുന്നത്, എ ലൈഫ് സൈക്കിൾ ഓഫ് സോഫ്റ്റ്വെയർ ആണ് പ്രോസസ് മോഡലിൽ നമ്മൾ പഠിക്കുന്നത്. പ്രോസസ് മോഡൽ എന്താ ഉള്ളത്? ആക്ടിവിറ്റീസ് റിക്വയർഡ് ടു മേക്ക് എ സോഫ്റ്റ്വെയർ പ്രൊഡക്റ്റ്. ഒരു സോഫ്റ്റ്വെയർ എങ്ങനെ ബിൽഡ് ചെയ്യാം എന്നുള്ള ആക്ടിവിറ്റീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഡിഫറെന്റ് പ്രോസസ് മോഡൽസ് ആണ് ഈ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ കാര്യങ്ങൾ ഓക്കെ ആണോ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഹലോ, ഓക്കെ, ഇന്ന് ഇത്ര മതി. ഞാൻ അറ്റൻഡൻസ് എടുക്കട്ടെ ഒന്ന്. ഒന്ന് രണ്ടാൾക്കാർ റെസ്പോണ്ട് ചെയ്തേ. അഭിനവ് കെ, മനസ്സിലാവുന്നുണ്ടോ? സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് സിമ്പിൾ അല്ലേ? കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ കുറെ ഡയഗ്രാംസും കാര്യങ്ങളൊക്കെ വരും. അപ്പം നിങ്ങൾക്ക് ഇത്ര ഞാൻ ജസ്റ്റ് സ്ലൈഡ്സ് കാണിച്ചു തരാം. അപ്പം ഇത്ര നിങ്ങൾക്ക് നെക്സ്റ്റ് ക്ലാസ് സൈഡ് കാണിക്കാം. ഇത്ര ബോറടിക്കില്ല. കുറച്ച് തിയറി ഉണ്ടെന്നേ ഉള്ളൂ. കുറച്ച് കഴിയുമ്പോൾ ഡയഗ്രാമും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാവും.